എന്തിനാണ് ഈ പ്രൊട്ടസ്റ്റൊക്കെ ചെയ്ത് വെറുതെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് അടിയൊക്കെ ഇരന്ന് വാങ്ങിക്കുന്നത്? നിങ്ങൾക്കൊക്കെ വല്ല വീട്ടിൽ പോയി ഇരുന്നൂടെ? അതുപോലെ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെച്ചു, ഇപ്പം എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടുത്ത ആൾ വരും, ഭരിക്കും, ഇതന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതൊക്കെ വലിയൊരു കാര്യമാണോ ഈ റെസിഗ്നേഷൻ എന്നൊക്കെ പറയണവന്മാരില്ലേ? അവന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇതെന്താണെന്നറിയില്ല. എല്ലാവർക്കും പെട്ടെന്ന് ഇത് ഡെമോക്രസി ആയിരുന്നു, ഇവിടെ നമുക്ക് എന്തിനു വേണമെങ്കിലും ചോദ്യം ചെയ്യാമല്ലേ. കാരണം ഈ നേതാക്കൾ എന്ന് പറയുന്നത് ദൈവങ്ങളോ രാജാവോ ഒന്നല്ലല്ലോ, നമ്മളല്ലേ അവരെ തിരഞ്ഞെടുത്ത് വിട്ടത്. അപ്പോൾ അവർ നമ്മുടെ കാര്യമല്ലേ നോക്കേണ്ടത്. അങ്ങനെ ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരെ ചോദ്യം ചെയ്യാലോ എന്ന് പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വന്നതാ തോന്നുന്നു. കാരണം ഈ കാണിച്ചു കൂട്ടിലൊക്കെ ഓരോ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയുണ്ട്. ഒന്ന്, യു പിയിൽ ഫത്തേപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കാണുന്ന ഒരു പ്രൊട്ടസ്റ്റാണ്. പ്രൊട്ടസ്റ്റ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ഒരു സ്കൂളിൽ പിള്ളേർ ക്ലാസ്സിൽ കയറാണ്ട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു സീനാണ് നമ്മളിവിടെ കാണുന്നത്. എന്താണ് ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ആനക്കാര്യമൊന്നുമില്ല. അവർ പറയുന്നത് ഒരു വാട്ടറിൻ്റെ മര്യാദയ്ക്കുള്ള വെള്ളം കുടിക്കുന്ന ഒരു വാട്ടറിൻ്റെ ഒരു മെഷീനും പിന്നെ ബെഞ്ചും ഡെസ്കൊക്കെ പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, അതൊക്കെ ഒന്ന് നേരാക്കടേ എന്നാണ് അവരുടെ ആവശ്യം. ഈ സ്കൂൾ യൂണിഫോമൊക്കെ ഇട്ട പിള്ളേരൊക്കെ ആയതുകൊണ്ട് ഇവർ ഇനിയിപ്പോൾ ഫോറിൻ ഫണ്ടിങ്, CIA അങ്ങനെയൊന്നും പറയാനും പറ്റില്ല. ജെൻ ആൽഫ പ്രൊട്ടസ്റ്റ് എന്നാണ് ഇപ്പോൾ എല്ലാവരും ഇതിന് വിളിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് അങ്ങനെ അപ്രൂവ് ആയി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. അവിടുത്തെ HMO അതിപ്പോൾ പ്രിൻസിപ്പാളോ ഏതോ ഒരാൾ വന്നിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കി തരാം എന്ന് പറയുന്ന ഒരു സംഭവം. സോ ദേ ആക്ച്വലി വൺ ദെയർ പ്രൊട്ടസ്റ്റ്. അവർ ജയിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടത് അവർ ചോദിച്ചു, അത് അവർക്ക് കിട്ടുകയും ചെയ്തു. ഇനി അടുത്തത് രാജസ്ഥാനിലെ ഒരു ഗേൾസ് സ്കൂളിൽ അവരും പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയിരിക്കുകയാണ്. അവർ പെൺകുട്ടിയൊക്കെ പറയുന്ന കാര്യം കേൾക്കണം. അതായത് പഠിപ്പിക്കാൻ ടീച്ചർമാരില്ല, അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചർമാരെ വേണം, അതിനെ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യമാണ് അവർ പറയുന്നത്. ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പാർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ വെറുതെ ഈ ചോദ്യം ചോദിക്കാനൊക്കെ മറന്നു പോയ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു കുറേ അവന്മാരൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് ആവശ്യം അത് അങ്ങോട്ട് ചോദിക്കുക. ആ ഒരു ധൈര്യം എല്ലാവർക്കും ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ PSC എഴുതിയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ പ്രൊട്ടസ്റ്റും നടക്കുന്നുണ്ട്. ഇപ്പം അവിടെയും കുറേ ഇതിന് കവറേജ് കിട്ടുന്നുണ്ട്. കുറേ ആൾക്കാർ പോയിട്ട് ഈ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ കൂട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഗവൺമെൻറ്റാണ് തീരുമാനം എടുക്കേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ ഏരിയയല്ലേ, അപ്പോൾ സമയം എടുക്കുമായിരിക്കും. എന്തായാലും അതിനും ആ ഒരു പ്രൊട്ടസ്റ്റിനും നല്ലൊരു മൊമെൻറ്റും ഇപ്പോൾ കിട്ടുന്നുണ്ട്. സോ എവരിബഡി ഈസ് സഡൻലി വേക്കിംഗ് അപ്പ്. ഇറ്റ്സ് എ ഗുഡ് സൈൻ ആക്ച്വലി.